ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഹുണ്ടായി എസ്സറിൻ്റെ ഒരു റിവ്യൂ ആണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എസ്സറിന് മൊത്തം 5 വേരിയൻസ് ആണ് വരുന്നത്. അതിനകത്ത് മിഡ് വേരിയൻ്റ് ആയിട്ടുള്ള SX എന്ന് പറഞ്ഞ വേരിയൻ്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അത് ശരിക്കും ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആണെന്നാണ് ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഹുണ്ടായി എസ്സറിൻ്റെ SX വേരിയൻ്റ് ഓൺ ഡോട്ട് പ്രൈസ് വരുന്നത് 9,85,000 രൂപയാണ് ഓൺ ഡോട്ട് പ്രൈസ് വരുന്നത്. ഈ ഒരു എസ്സർ ആർക്കൊക്കെ എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള, അതുപോലെ ട്രാഫിക് സിറ്റി നാരോ റോഡ്സിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഒരു കോമ്പാക്ട് സൈസ് കാർ വേണം, ബട്ട് ഫീച്ചർ റിച്ച് ആയിരിക്കണം എന്നുള്ളവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ് ഈ ഒരു ഹുണ്ടായി എസ്സർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹുണ്ടായി എസ്സറിൻ്റെ SX വേരിയൻറ്റ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും നമ്മുടെ ടോപ്പ് ആൻഡ് വേരിയൻറ്റ് ഇതായിട്ട് ഫ്രണ്ട് പ്രൊഫൈലിൽ കാണാനായിട്ടൊന്നുമില്ല. നോർമലി ഇതുപോലെ തന്നെ ഹുണ്ടായി ലോഗോ, അതുപോലെ തന്നെ എസ്സറിൻ്റെ ബാച്ചും കൊടുത്തിട്ടുണ്ട്. അതുപോലെ DRL വരുന്നുണ്ട്, LED S ഷേപ്പ് DRLാണ് വരുന്നത്. താഴേക്ക് നോക്കുകയാണെങ്കിൽ പ്രൊജക്ടർ ഹെഡ്ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതും LED അല്ല, നമ്മുടെ ഹാലജൻ ഹെഡ്ലാമ്പ് യൂണിറ്റാണ് വരുന്നത്. ടോപ്പിലേക്ക് പോകുമ്പോഴും ഒരു ഹാലജൻ യൂണിറ്റ് തന്നെയാണ് വരുന്നത്. സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അലോയ് വീൽസ് 15 ഇഞ്ച് അലോയ് വീൽസാണ്. അലോയ് വീൽസ് എന്ന് പറയാൻ പറ്റില്ല, ഹുണ്ടായുടെ സ്റ്റൈൽ വീൽസ് നമ്മൾ നേരത്തെ i20 സ്പോർട്സിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു വീലാണ് വരുന്നത്. ഇതിൻ്റെ ടോപ്പിലേക്ക് പോകുമ്പോഴാണ് ഡയമണ്ട് കട്ട് അലോയ് വീൽ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഹുണ്ടായി എസ്സറിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ എന്ന് പറയാൻ പറ്റും. ഇതിൽ ബീഫ് ഫില്ലറെല്ലാം ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഹുണ്ടായി എസ്സറിൻ്റെ ഒരു SX വേരിയൻറ്റ് വരുന്നത്. മെയിനായിട്ട് റൂഫ് റൈൽസ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മിററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ മിററാണ്. അതുപോലെ തന്നെ മിററിൽ 10 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫോൾഡബിൾ മിററാണ് വരുന്നത്. നമ്മൾ ടേലാം യൂണിറ്റിലേക്ക് വെക്കുമ്പോൾ ഫ്രണ്ടിലെ DRL പോലെ തന്നെ ഇവിടെ ഒരു H ഡിസൈൻ കൊടുത്തേക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ താഴേക്ക് നമുക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വൈപ്പേഴ്സ് ഈ ഒരു വേരിയൻറ്റ് വരുന്നില്ല, ബട്ട് ഡിഫോഗർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പോയിലർ വരുന്നുണ്ട്, ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ്, അതിന് മേലായിട്ട് ഷാർപ്പിന് ആൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ ഒരു ഹുണ്ടായി എസ്സറിൻ്റെ ഈ ഒരു SX വേരിയൻറ്റിനെ പറ്റി പറയാനായിട്ടുള്ളത്. നമ്മൾ ഈ ഇന്ത്യയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പിൻ്റെ വേരിയൻറ്റ് ഇതെല്ലാം ഏകദേശം സെയിം തന്നെയാണ്. വേറെ വ്യത്യാസങ്ങളായൊന്നുമില്ല. പവർ വിൻഡോസ് സ്വിച്ചുകൾ, അതുപോലെ തന്നെ ഔട്ട്സൈഡ് മിറർ അഡ്ജസ്റ്റർ സ്വിച്ചുകൾ, അതുപോലെ തന്നെ ബ്ലാക്ക് ഫിനിഷോടുകൂടെ ഡോർ ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. ഇവിടെയായിട്ട് സ്പീക്കറുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ടിൽ ഹോൾഡർ ഇവിടെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഒരു എസ്സറിൻ്റെ SX വേരിയൻറ്റിൽ വരുന്ന കീ വരുന്നത്. മറ്റേ സ്മാർട്ട് കീ വരുമ്പോഴേക്കും ടോപ്പിൻ്റെ വേരിയൻറ്റിലേക്ക് വരുന്ന സ്മാർട്ട് കീയും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു രീതിയിലാണ്. സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിനകത്ത് ക്രൂയിസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഡിയോ കൺട്രോൾ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക് വേരിയൻറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാഡർ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇൻസ്റ്റം ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഇൻസ്റ്റം ക്ലസ്റ്ററും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ ബാക്കി ഡാറ്റാസും കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. ടയർ പ്രഷർ മോട്ടറിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഹുണ്ടായിയുടെ എസ്സറിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. അതുപോലെ നമുക്ക് ഇൻബിൽഡ് സ്റ്റീരിയോയും കാര്യങ്ങളും വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ വരുന്നില്ല. അത് എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് നമ്മൾ ഈ വീട്ടിൽ ആഡ് ചെയ്യേണ്ടി വരും. അതിന് താഴെയായിട്ട് AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. അതിൻ്റെ കൺട്രോളും സ്വിച്ചുകളും കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് സാധിക്കും. അതിന് താഴേക്ക് വരുമ്പോൾ USB പോർട്ട്, അതുപോലെ തന്നെ 12 വാട്ടിൻ്റെ സോക്കറ്റ്, പിന്നെ ഒരു USB-C പോർട്ട് വരുന്നുണ്ട്. ഇവിടെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് വെർഷനാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗിയർ നോബും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും നമുക്ക് മാനുവൽ ഹാൻഡ് ബ്രേക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും കീയോ എന്തെങ്കിലും ഇടാനുള്ള അതിനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആംറെസ്റ്റ് നമ്മുടെ ഈ ഒരു SX വേരിയൻറ്റിൽ വരുന്നില്ല. നമ്മളിങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബോസ് വരുന്നുണ്ട്. ഗ്ലോബോസിൽ ലൈറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ AC വെൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു രീതിയിലാണ് AC വെൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. അതുപോലെ ABS EBD തുടങ്ങിയിട്ടുള്ള ട്രാക്ഷൻ കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോളുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ട്രാക്ഷൻ കൺട്രോളുള്ള 6 എയർ ബാഗ്സ്, ABS EBD തുടങ്ങിയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു SX വേരിയൻറ്റിൽ ഡാഷ് ക്യാം വരുന്നില്ല. ടോപ്പിൻ്റെ വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ ഡാഷ് ക്യാം കിട്ടുന്നതാണ്. പിന്നെ വരികയാണെങ്കിൽ നമുക്ക് സൺറൂഫ് ഈ ഒരു വേരിയൻറ്റിലും അവൈലബിൾ ആണെന്നുള്ളതാണ് വേറെ കാര്യം. സൺറൂഫ് അവൈലബിൾ ആണ്. ബാക്കി ലൈറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ ഹുണ്ടായി എസ്സറിൻ്റെ ഒരു SX വേരിയൻറ്റിനെ പറ്റി പറയാനുള്ളത്. സീറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു ടോപ്പിൻ്റെ പോലെ തന്നെയാണ് വരുന്നത്. നടുക്ക് സോഫ്റ്റ് ടച്ചും അതുപോലെ തന്നെ സൈഡിൽ ലെതറായിട്ടുള്ള രീതിയിലാണ് സീറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്.
പിന്നെ ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് പവർ വിൻഡോ സ്വിച്ചസ് താഴെ ഒരു ബോട്ടം മോട്ടർ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റാണ് രണ്ടും കൊടുത്തേക്കുന്നത്. നടുക്കായിട്ട് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുള്ള അത്യാവശ്യം നമുക്കൊരു ചെറിയ വാഹനമാണെങ്കിൽ പോലും അത്യാവശ്യം ഒരു സ്പേസും കാര്യങ്ങളും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ബാക്കിൽ AC വെൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 12 വാട്ടിൻ്റെ ഒരു സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. ബാക്കിലായിട്ട് ഇവിടെ സെൻട്രലൈസേഷനായിട്ട് ഒരു ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 സൈഡിലും ഗ്രാബ് ഹാൻഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ബാക്ക് സൈഡ് വരുന്നത്. അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ. പിന്നെ സീറ്റ് 60-40 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റല്ല ഈ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം കംഫർട്ടായിട്ടിരിക്കുന്ന രീതിയിലാണ് സീറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹുണ്ടായി എസ്തറിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളും വരുന്നത്. എസ്തറിൻ്റെ നമ്മളെ ബൂട്ട് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെനുവിനെക്കാട്ടിയും 41 ലിറ്റർ കൂടുതലുണ്ട് നമ്മുടെ ഈ എസ്തറിൻ്റെ ബൂട്ട് സ്പേസ്. അത് നല്ല പാർസൽ ഡ്രൈവ് വരുന്നുണ്ട് ഈ വരുന്നില്ലാത്ത. അതുപോലെ നമ്മൾ സ്പെയർ വീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 15 ഇഞ്ച് സ്പെയർ വീൽ തന്നെയാണ് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നത്. SX വേരിയൻറ്റിലേക്ക് വരുമ്പോഴേക്കും നിയർ ഡിഫോഗർ വരുന്നുണ്ട്. അതുപോലെ ഷാർപ്പിൻ ആൻഡ് വരുന്നുണ്ട്. അതുപോലെ ബി ഫില്ലർ ബ്ലാക്കിൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫാബ്രിക്കും അതുപോലെ ലെതറും ആയിട്ടുള്ള സീറ്റ്സ് വരുന്നുണ്ട്. സൺറൂഫ് വരുന്നുണ്ട്. ടിൽറ്റ് ചെയ്യാൻ സാധിക്കുന്ന സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ കിട്ടുന്ന ഒരു SX വേരിയൻറ്റിലാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നത്. 1.2 ലിറ്റർ കാപ്പ പെട്രോൾ എഞ്ചിനാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ഒരു CNG വെർഷൻ അവൈലബിൾ ആണ്. ഈ പെട്രോൾ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്ന 83 PS പവറും അതുപോലെ 113 Nm ടോർക്കുമാണ്.